ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുക്കറിലോട്ട് നമ്മുടെ പാസ്തയും സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് ക്യാപ്സിക്കവും തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കിട്ടിലൊരു ഐറ്റം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ച് അതിലേക്ക് 2 കപ്പോളം പാസ്ത ഏത് ഷേപ്പിൽ വേണമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു സവാള ഒന്ന് കുരുകുനാന്ന് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ ഭാഗം മാത്രം എടുത്ത്, അതായത് നമ്മുടെ ക്യാപ്സിക്കം എടുത്ത് അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു കുഞ്ഞി തക്കാളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാസ്ത ആയതുകൊണ്ട് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പാസ്തയുടെ അളവ് കൂട്ടാം, വെള്ളത്തിന്റെ അളവ് എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പൊ ഈ പാസ്ത ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. അധികം സ്റ്റെപ്പ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇതൊരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഐറ്റമാണ് ഈ അടുത്ത സമയം കൊണ്ട്. അതാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. 1 അല്ലെങ്കിൽ 2 വിസില്. അപ്പൊ എനിക്ക് 2 വിസിലിന്റെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുവരെ അവിടെ നിന്നൊന്ന് വേവട്ടെ. അപ്പം 2 വിസിൽ കേൾക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ക്രീം തയ്യാറാക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ക്യൂബ്സ് ഉള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ ചേർക്കുന്നു. ഇനി എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് ഞാനൊരു 3 എണ്ണം ചേർക്കുന്നുണ്ട്. അപ്പം ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ദാണ്ടെ നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ 2 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്. തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പാസ്തയൊക്കെ നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടണം. അപ്പം ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഒരു ക്രീം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പം ഈ സമയം ഉപ്പിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം. ഇപ്പം കുറച്ച് വെള്ളം ഉള്ളതുപോലെ തോന്നുന്നില്ലേ? അപ്പം ഞാൻ ഒരല്പ സമയത്തൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേനും കുറച്ചും കൂടെ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്തിരി സമയം അവിടെ നിന്ന് തിളച്ചോട്ടെ. ഈ ഒരു സമയം ഒറിഗാനോവും കൂടെ ചേർക്കേണ്ടതാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. അപ്പം ഇത്തിരി സമയം അവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. ആ വെള്ളം ഇത്തിരി ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി വറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഈ ഒരു പാകത്തിന് വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തില്ലേ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും. ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ പ്ലേറ്റിലോട്ട് ഇതങ്ങോട്ട് എടുത്ത് വെച്ചങ്ങോട്ട് കഴിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.